നമുക്ക് ഈ വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെ ക്യാമറ ചെയ്യണം നോക്കിയാലോ. ഈ വീട്ടിൽ പറഞ്ഞാൽ ഇപ്പോൾ റിനോവേഷൻ വർക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അടിയിലൂടെ വെട്ടിക്കൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് മേലക്കൂടെ എങ്ങനെ കൊണ്ടുപോകാൻ നോക്കുകയാണ്. ഈ ചുമരുമ്പിൽ അപ്പോൾ നമ്മൾ 2 ക്യാമറ കൊടുത്താൽ നമുക്ക് 2 സൈഡിലും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു ബോക്സ് കൊടുത്ത് നേരെ മേലേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഫ്ലോർ ലെവലാക്കിയിട്ട്, കാരണം മേലെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഫ്ലോറിൽ കൂടെ അടിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം സിമ്പിളായിട്ട് പരിപാടി ചെയ്യാൻ കഴിയും. ഇതാണ് ബാക്ക് സൈഡ്. ഇതേപോലെ തന്നെ നമുക്ക് ആ കോർണറിലായിട്ട് 2 കേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓപ്പോസിറ്റും ഇങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ചുമരുമ്പോൾ കൂടെ വെട്ടിയിട്ട് നേരെ മേലേക്ക് കയറ്റിയിട്ട് മേലെ നമ്മൾ ഡൈനിങ് ഹാളാണ് നമ്മൾ TV വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്കുള്ള കണക്ഷൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇവിടെ ഇതേമാതിരി നമ്മളൊരു ബോക്സ് വെച്ച് നേരെ മേലേക്ക് അടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മാക്സിമം 2 സൈഡ് ക്യാമറ ഇവിടെയും കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മൊത്തം 3 സൈഡിലേക്കാണ് ഇപ്പോൾ നമുക്ക് എന്താക്കിയത് കേബിൾ അടിച്ച് സെറ്റാക്കുന്നത്. പിന്നെ ഇത് നേരെ നമ്മൾ മേലേക്ക് അടിച്ചത് മേലെ ഫ്ലോറിലുണ്ടാവും. ഫ്ലോറിൽ ഇതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കും. കറക്റ്റ് ചാരി വന്ന് നിന്നാൽ ഫ്ലോറോട് ഇങ്ങനെ അടിച്ചാണ് നേരെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റിയാൽ മതി. ഇവിടെയാണ് നമ്മൾ TV വേണ്ടി ചെയ്യുന്നത്. ഒരു പൈപ്പ് ഇതാണ്. ഇതിങ്ങനെ നമ്മൾ ഈ റൂമിൽ കൂടെ ഇങ്ങനെ അടിച്ചിട്ട് നേരെ ഹാളിലൂടെ ഇങ്ങനെ പോയിട്ട് നേരെ ആ TV ചെയ്യേണ്ട അവിടെ വന്നാണ്ട് കയറിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് പണി പറഞ്ഞിട്ട് സിമ്പിളായിട്ട് പരിപാടിയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പം ഫ്രണ്ട് ഭാഗത്തേക്കുള്ള പൈപ്പ്. ഇവിടെ ഇപ്പം 2 കേബിൾ ഇട്ടാൽ മതി. ഇതാണ് ആ സ്ഥലം. ഇതിപ്പം ഫ്രണ്ടിക്ക് 2 ക്യാമറയാണ്. ഫ്രണ്ട് ഭാഗത്തേക്കും ഫോക്കസ് ചെയ്യുക, അതേ സൈഡിലേക്കും ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 കേബിൾ ഇടാം. നമ്മൾ മൊത്തം 3 സൈഡിലാണ് നമുക്ക് ബോക്സ് വെച്ചത്. ഒന്ന് കിച്ചണിൻ്റെ ഭാഗത്തും, ഒന്ന് ഇതും, ഒന്ന് മറ്റേ സൈഡിലും. അങ്ങനെ നമ്മൾ 6 കേബിൾ ഇടുന്നുണ്ട്. അപ്പോൾ ഈ കേബിൾ നമുക്ക് എന്താവും വേസ്റ്റ് ആവും. 1-2 കേബിൾ നമ്മൾ നോക്കിയിട്ട് വേസ്റ്റ് ആവും. കാരണം പൊസിഷനനുസരിച്ച് നമുക്ക് അങ്ങോട്ടൊക്കെ മാറേണ്ടി വരും. ഇത് തന്നെ കറക്റ്റ് ഫ്ലോറിൽ വന്നാൽ നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് സുഖമാണ്. ഒരുപാട് പണി പറഞ്ഞിട്ട് വെട്ടി പൊളിക്കണ്ട, വേറെ ഒരുപാട് ലോങ് പറഞ്ഞു കിട്ടും. മേലെ ഹാളിലാണ് നമ്മൾ DVR കൊടുക്കുന്നത്. മേലെ നമ്മൾ TV വേണ്ടി ചെയ്തിട്ട് അവിടെ DVR കൊടുത്തിട്ട് അവിടുന്ന് 2 കേബിൾ നമ്മൾ കിച്ചൺ കെട്ടിട്ടുണ്ട്. ഒന്ന് നമ്മൾ വൈഫൈ ഞങ്ങളെ അടിയിൽ കിട്ടിയിട്ട് നമ്മൾ വൈഫൈ മോഡ മേലെ വെക്കുന്നത്. അപ്പോൾ ആ മോഡത്തുള്ള കണക്ഷൻ അടിയിലേക്ക് കിച്ചണിൽ ഒരു കേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ DVR ഒരു വിഷ്വൽ കിട്ടാൻ വേണ്ടി നമ്മൾ കിച്ചണിലൊരു മോണിറ്റർ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കണക്ഷൻ നമ്മൾ ഇങ്ങനെ കിച്ചൺ കിട്ടുന്നുണ്ട്. പിന്നെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് 2 കേബിൾ, അങ്ങനെ മൊത്തം 4 കേബിൾ അങ്ങോട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ സൈഡിലേക്ക് 2 ഇഞ്ച് കേബിൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പൈപ്പ് LMS പൈപ്പാണ് ഉപയോഗിച്ചത് ഫ്ലോർ കൂടെ അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കറക്റ്റ് പൈപ്പൊക്കെ ഒട്ടിച്ചിട്ടാണ് കൊണ്ടുപോയത്. ഇനി ടൈൽസിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് വെള്ളം കയറിയിട്ടുള്ള ബുദ്ധിമുട്ട് വേണ്ടാച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒട്ടിച്ചാലൊക്കെ ഉള്ള ഉഷാറാണ്. മാക്സിമം LMS MMS പൈപ്പൊക്കെ ഉപയോഗിച്ചാൽ നല്ല പൊട്ടുമില്ല. അതങ്ങനെ ഫ്ലോർ കൂടെ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് നേരെ കണക്ട് ചെയ്താൽ മതി. സിമ്പിളാണ്. ഇവിടെയാണ് പൈപ്പ് കയറാനുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 പൈപ്പ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 പൈപ്പ് കൂടി കയറണം. ഒന്ന് ഈ സൈഡ് എടുത്തു, മറ്റേ സൈഡ് എടുത്തു. അങ്ങനെ 2 പൈപ്പ് വന്നു. ഇതേമാതിരി ഇങ്ങനെ ഹാളിലൂടെ ഇങ്ങനെ അടിച്ചുകൊണ്ട് കൊണ്ടുവരാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിമ്പിളായിട്ട് പരിപാടി ചെയ്യും. എത്ര പെട്ടെന്ന് പരിപാടി ചെയ്യും. മറ്റേ നമ്മൾ ഒരുപാട് ചുറ്റി കറങ്ങി വരണം, ഒരുപാട് പണിയുണ്ട്, കേബിൾ ഒരുപാട് പേരൊക്കെ സംഭവിക്കും. ഇതൊന്നും സിമ്പിളായിട്ട് പരിപാടി ചെയ്യും. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് പരിപാടി. ഉണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ ഈ കേബിളൊക്കെ ഇട്ട് ഏകദേശം അവിടെ എത്തി. വേറെ ഒരുപാട് കുറഞ്ഞിട്ട് നമുക്ക് കിട്ടാം. മറ്റേത് ഒരുപാട് ചുറ്റി കറങ്ങണം, വെട്ടിപ്പൊളിക്കണം, പൈപ്പ് അടിക്കണം. അതേമാതിരി ഓപ്പോസിറ്റ് സൈഡും നേരെ വന്ന്. അപ്പോൾ മൊത്തം 6 കേബിൾ സെറ്റായിട്ടുണ്ട്. സിമ്പിളാണ്. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇത് ക്ലാമ്പ് ചെയ്യണം. ഇത് ഫ്ലോറിൽ നമ്മളിങ്ങനെ ഏകദേശം 2 മീറ്റർ 1 മീറ്റർ ഡിസ്റ്റൻസ് വെച്ച് ക്ലാമ്പ് ചെയ്താണ് കൊടുത്താൽ അങ്ങോട്ടും ഇവിടെ നീങ്ങൂല, സിമ്പിളായി നിൽക്കുന്നുള്ളൂ. മറ്റേത് അടിപ്പണിക്കാർ വരുന്ന സമയത്ത് അവർക്ക് നീങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകാരം. അപ്പോൾ ഇത് നീങ്ങൂല. 2 മീറ്ററിൽ 1.5 മീറ്ററിൽ കൊടുത്താൽ മതി. എടുത്തെടുത്ത് കൊടുക്കൊന്നും വേണ്ട. ക്ലാമ്പാണ് നല്ലത്. നമ്മൾ കുമ്മായ കിട്ടാണ്ട് സെറ്റാക്കി വെച്ചാൽ പക്ഷേ പൊന്തൽ വരും. അപ്പോൾ അടിപ്പണിക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതേപോലെ 2 കേബിളൊന്നും നമുക്ക് എന്താക്കുക, നല്ല കോബോസ് ഉണ്ട്. ആ കോബോസ് കറക്റ്റ് പിന്നെ ഒരു കുറച്ച് ലൂസൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു 3/4 മീറ്റർ 1 മീറ്റർ ലൂസ് ഇട്ടിട്ട് നമ്മൾ എന്തൊക്കെ കോബോക്സിൽ തന്നെ എന്താക്കുക ഫുള്ള് മടക്കി സെറ്റാക്കിയിട്ടാണ്. അടിപ്പണി കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഇത് ഫുള്ള് മാക്സിമം വയറ് വലിക്കാൻ ഉണ്ടാവും. കാരണം എന്തെങ്കിലും വയറ് വലിക്കുന്ന ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അപ്പോൾ നമുക്ക് വയറ് അഡീഷണലായിട്ട് വലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പൊട്ടൊന്നുമില്ല, എന്നാലും നമ്മളൊരു സേഫ്റ്റിൻ്റെ പുറത്ത് നമ്മൾ എപ്പോഴും വയറ് വലിച്ചിട്ട് നല്ലതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് പണി നമുക്ക് കുറഞ്ഞു കിട്ടും. മറ്റേ നമുക്ക് ഒരുപാട് പണി കൂടുതലാണ്. ഈ ചുമരുമ്പോൾ കൂടെ വെട്ടി പൊളിച്ച് കൊണ്ടുപോയി മേലെ കൊണ്ടുപോയി അപ്പോൾ ഒരുപാട് ബെൻഡ് വരും, ഒരുപാട് പൈപ്പ് വരും. അപ്പം വലിക്കുമ്പോൾ വയറിനൊക്കെ പ്രശ്നം. ഇതൊന്നും ആവില്ല. സിമ്പിളായിട്ട് നമുക്ക് ബെൻഡ് ഏരിയ കുറവാണ്. സിമ്പിളായിട്ട് അടിക്കാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഏറ്റവും നമുക്ക് സുഖം അടിക്കാൻ. അങ്ങനെ ഓരോ സൈഡിലും നമ്മൾ എന്താക്കിയാണ് കോബോക്സ് 4 കോബോക്സ് 3 സൈഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ഇഞ്ച് കേബിൾ ഇട്ടിട്ട് മൊത്തം 6 കേബിൾ ഇട്ടിട്ടുണ്ടാകും. അതിൽ 2 കേബിൾ നമുക്ക് ഉപയോഗത്തിൽ പെടില്ല. അത് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പൊസിഷത്തിനനുസരിച്ച് ക്യാമറ വെക്കുന്ന സമയത്ത് വിഷ്വലിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് മാറ്റാനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ക്ലാമ്പൊക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട്. അതായത് ചവിട്ടിയാലൊന്നും നീങ്ങൂല, അങ്ങോട്ടും നീങ്ങൂല. അപ്പോൾ മറ്റേ ആദ്യ പണിക്കാർക്ക് എന്തുണ്ടാവില്ല, അവർ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നമ്മൾ തട്ടിമുട്ടിയാണ്ട് നീങ്ങുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുമ്മായക്കാട് ഏറ്റവും ബെറ്റർ എന്താണ്, എപ്പോഴും നല്ലത് ക്ലാമ്പ് ചെയ്യാണ്ട് ഇതുപോലെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ശരി.